രാജ്യാന്തര വാർത്തകളിലേക്കാണ് എം ജി മിഥുൻ നമ്മോടൊപ്പം ചേരും. മിഥുൻ വാ, ഗുഡ് മോർണിംഗ്, വെൽക്കം. അപ്പൊ എങ്ങനെയുണ്ട് രാവിലെ, എന്തൊക്കെയാണ് വാർത്തകൾ? രാവിലെ നിരവധി വാർത്തകളുണ്ട്. ദേശീയ തലത്തിലായാലും പുതിയ ഷർട്ടൊക്കെ എന്താ പുതിയ ചെറുതായിട്ടൊന്നും ഇന്നലെ വാങ്ങിച്ചതാണ്. എന്നെ ട്രോളാൻ വേണ്ടിയല്ലല്ലോ വിളിച്ചതെന്ന് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ദേശീയ വാർത്തകൾ നിരവധി വാർത്തകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ അടുത്ത മാസം, ഈ മാസം സെപ്റ്റംബർ 18 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ പ്രചാരണ രംഗത്ത് സജീവമാകാൻ കോൺഗ്രസ് ഒരുപടി മുന്നിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ബി.ജെ.പിയും അതേ രീതിയിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് 10 വർഷത്തിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ജമ്മു കാശ്മീർ സംബന്ധിച്ചുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ എത്തുന്നുണ്ട്. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള താരപ്രചാരകരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ്. 40ഓളം പേരെയാണ് ഇത്തവണ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായി, ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, വോട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നതായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തത്. അത്തരത്തിൽ അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബി.ജെ.പി ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ രംഗത്തിറങ്ങുന്നത്. ഇന്ന് 2 റാലിയിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. റംബാനിലെയും ഒപ്പം തന്നെ അനന്ത്നാഗിലെയും 2 പൊതുറാലികളാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ നാഷണൽ കോൺഫറൻസുമായിട്ടുള്ള സഖ്യത്തിൽ ഇത്തവണ അവിടെ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തിലായാൽ പോലും തന്നെ ജമ്മു കാശ്മീരിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇറങ്ങുന്നത്. ഭരണം ബി.ജെ.പിയുടെ കൈയിൽ ഒതുക്കാം എന്നുള്ള ധാരണയിൽ അവരുടെ താരപ്രചാരകരൊക്കെ തന്നെ വരും ദിവസങ്ങളിലും അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ 3 ഘട്ടങ്ങളിലായി ഈ തെരഞ്ഞെടുപ്പ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വോട്ടെണ്ണൽ നിശ്ചയിച്ചിരുന്നത് ഒക്ടോബർ 4 എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അത് മാറ്റിയിരുന്നു. കാരണം ഹരിയാനയിലെ വൈഷ്ണവ് വിഭാഗത്തിന്റെ ചില ആഘോഷങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് 1 നിന്ന് 5 മാറ്റി. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ 4 തീയതിയായിരുന്നു ഈ 2 സംസ്ഥാനങ്ങളിൽ നിശ്ചയിച്ചിരുന്നത്. അത് പിന്നീട് 8 തീയതിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അത് പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൽ ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്ക് ഇന്ന് എത്തും. ഉച്ചയോടുകൂടി അദ്ദേഹം 12 മണിയോടുകൂടി തന്നെ അദ്ദേഹം എത്തും. അവിടുത്തെ സിംഗപ്പൂർ പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തർമൻ ഷൺമുഖരത്നം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അവിടുത്തെ ആരോഗ്യ മേഖലയിലും ഒപ്പം തന്നെ ഡിജിറ്റൽ മേഖലയിലും നൈപുണ്യശേഷി മേഖലയിലൊക്കെ തന്നെ കൃത്യമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് 6 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇന്ത്യക്കാരുണ്ട്, തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാഹചര്യം. കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും നമ്മുടെ സ്വപ്ന പദ്ധതി, കേരളത്തിലെ സ്വപ്ന പദ്ധതി കൂടിയായിട്ടുള്ള വിഴിഞ്ഞമടക്കം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു കരാർ അതിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ മന്ത്രിതല സംഘം അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഒപ്പം തന്നെ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ അടക്കമുള്ള മന്ത്രിതല സംഘം സിംഗപ്പൂരിലെത്തി അവിടുത്തെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് സിംഗപ്പൂരിൽ, അതും 6 വർഷത്തിന് ശേഷം. അപ്പൊ തന്നെ ബ്രൂണൈ സന്ദർശനമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പൂർത്തീകരിച്ചത്. അവിടെ ബ്രൂണൈ സന്ദർശനത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം 10 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ, അത് ഈ മേഖലകളിൽ ബ്രൂണൈ സംബന്ധിച്ച് ഇന്ത്യക്കുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടനാഴിയിലൊക്കെ തന്നെ കൃത്യമായി ആ മേഖലയിൽ കൂടിയാണ്, ഈ രാജ്യത്തോടു കൂടിയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ദേശീയ വാർത്ത മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമായും ബംഗാൾ സർക്കാരിനെ പിടിച്ചുലച്ച കേസായിരുന്നു ആർജിക്കർ ആശുപത്രിയിലെ ആ യുവ ഡോക്ടറുടെ ആ ഒരു ബലാത്സംഗ കൊലപാതകം എന്ന് പറയുന്നത്. അതിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അത് ഒരു മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് ബി.ജെ.പി എന്നുള്ളത് ഒരു നടപടിയാണ് ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിമർശനം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ പോലും തന്നെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് കഴിഞ്ഞ ബില്ല് പാസ്സാക്കിയിരുന്നു. ആ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അത് ഗവർണർക്ക് മുന്നിലേക്ക് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, സി വി ആനന്ദ ബോസ് അവിടുത്തെ ഗവർണർ മലയാളി കൂടിയാണ്. അദ്ദേഹം ഈ ഒരു ബില്ലിൽ ഒപ്പുവെക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനാണ്. അതായത് അവിടുത്തെ രാജ്ഭവന് മുന്നിൽ നേരെ കുത്തിയിരുന്ന് ബില്ല് ഒപ്പിടുന്നത് വരെ
അവിടെ ഇരിക്കുമെന്നാണ് മമത പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ അരങ്ങേറിയത്. എന്തായാലും ആ ഒരു നിർണായക ബില്ലിൽ ആ ഒരു നിയമമായി മാറട്ടെ എന്ന് നമുക്ക് മമതയുടെ ഒരു ടാക്ടിക്സ് കൂടിയുണ്ട്. ഇപ്പോൾ ഒപ്പിട്ടില്ലെങ്കിൽ വിമർശനം ഗവർണർക്കെതിരെ സാധാരണ ജനങ്ങളുടെ സ്വാഭാവികമായും BJPക്കെതിരെ വരും. കാരണം അതൊരു ജനവികാരം അതുണ്ട്. അതിൽ തടയിടുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം ഇപ്പോൾ വലിയ രീതിയിൽ ആർജിക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ എയിംസിന്റെ ഡോക്ടർമാരും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ പ്രതിഷേധത്തിന് ഇപ്പോഴും തടയിടാൻ സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ ഈ രീതിയിൽ, അതായത് ബലാത്സംഗം ചെയ്ത് ആ ഇര മരിക്കുകയാണ് എങ്കിൽ വധശിക്ഷ ഉറപ്പാക്കും. അതാണ് ആ നിയമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ബലാത്സംഗം ചെയ്തപ്പെട്ട ഇരയ്ക്ക് അത് കേസ് തെളിയുകയാണെങ്കിൽ ഉടനടി തന്നെ ജീവപര്യന്തം ജീവപര്യന്തം നൽകുക എന്നുള്ളതാണ് ആ ഒരു ബില്ലുമായി പോവുകയാണെങ്കിലും ഈ വധശിക്ഷ നടപ്പാക്കും എന്നുള്ളതാണ് ആ ഒരു ബില്ലിലെ പ്രധാനപ്പെട്ട കാര്യം. അത് നിയമമായി വരിക, അത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വരിക എന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും BJP അത് മുഖം രക്ഷിക്കലാണ് തൃണമൂലിന്റെ എന്ന് പറഞ്ഞാൽ പോലും സംബന്ധിച്ച് നമ്മളെല്ലാവരും സുരക്ഷ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമനിർമ്മാണം വേണമെന്ന് നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആ ബില്ല് പാസ്സാകണം എന്നുള്ളത് നമ്മുടെ ഒരു പൊതുവികാരമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഗുജറാത്തിൽ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനിടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 പേരിൽ ആദ്യം തന്നെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. പക്ഷേ 3 പേര് കടലിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നീട് ലഭിച്ച വിവരം. ആ ഒരു തെരച്ചിലിനിടയിൽ സഹ പൈലറ്റിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, ആ സഹ കോസ്റ്റ് ഗാർഡ് അംഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു മലയാളി പൈലറ്റ് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തകൾ കൂടിയുണ്ട്. മാവേലിക്കര സ്വദേശിയാണ് ബിപിൻ ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ആ ഒരു സഹാംഗത്തെ രക്ഷിക്കുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ അതിനുശേഷം നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ദുഃഖകരമായ വാർത്ത ദേശീയ തലത്തിൽ നിന്ന്. അത് ഈ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ സമയത്ത്, ഈ കടൽ വീഴുന്ന സമയത്ത് ഈ സംഘാംഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ആ സമയത്ത് സേഫ് സോണിലായിരുന്നു ബിപിൻ ബാബു ഉള്ളായിരുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെടുകയായിരുന്നു. ആ അപകടം പറ്റുകയായിരുന്നു. കടലിലേക്ക് വീണ് അപകടം പറ്റുകയായിരുന്നു. എന്തായാലും മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള അത്തരത്തിലുള്ളൊരു ദുഃഖകരമായ വാർത്ത കൂടി ദേശീയ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന്, രാജ്യാന്തര തലത്തിലേക്ക് പോകുമ്പോൾ ഗാസ യുദ്ധം അതിങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസ യുദ്ധം അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ജോ ബൈഡന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഇരു രാജ്യങ്ങൾ തമ്മിൽ ഇസ്രായേലിന്റെ അനുകൂല മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഈ സൈന്യം പിൻവാങ്ങിയാൽ ഒരുപക്ഷെ ഈ ഒരു യുദ്ധത്തിനൊരു വിരാമമാകാം. ഒപ്പം തന്നെ വെടിനിർത്തൽ കരാറിൽ അത് ഒപ്പുവെക്കുന്ന അടക്കമുള്ള നിർണായക കൂടിക്കാഴ്ചകൾ ഫിലാഡൽഫിയ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ഹൗസ് നേരിട്ട്, അതും പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ നേരിട്ട് ഈ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് രാജ്യാന്തര തലത്തിൽ ഈ ഗാസ യുദ്ധമായിട്ടുള്ള പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. അതൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതായിരുന്നു. ദേശീയ രാജ്യാന്തര വാർത്തകളാണ് മിഥുൻ പങ്കുവച്ചത്. അപ്പോൾ